ഇന്ധന ചോർച്ചയുണ്ടായ കോഴിക്കോട് എലത്തൂരിലെ വീടുകളിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. ഇന്നലെ വലിയ ആശങ്കയൊക്കെയായിരുന്നു ഉണ്ടായത്. ഇന്ധനത്തിന്റെ ഗന്ധം കാരണം പലർക്കും തലവേദനയും ശ്വാസതടസ്സവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ പ്രകാശൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സമീപത്തെ ഒരു കുടുംബം ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ധന ചോർച്ചയുണ്ടായ കോഴിക്കോട് എലത്തൂരിലെ HPCLന്റെ സമീപ പ്രദേശങ്ങളിലായിട്ട് നിരവധി കുടുംബങ്ങൾ താമസിച്ചു വരുന്നുണ്ട്. ഇന്നലെ എല്ലാം ഉണ്ടായ ഇന്ധനത്തിന്റെ അതിഭീകരമായ ഗന്ധം ഇതെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് ഇവിടെയുള്ള മനുഷ്യർക്കുണ്ടാക്കിയിരുന്നു. ഇതുമൂലം എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആരോഗ്യ വിഭാഗം അധികൃതർ. ഇപ്പോൾ ഈ വീടുകളിലെത്തി പരിശോധന നടത്തുകയാണ് അവർ. കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗവും ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പരിശോധനയാണ്. മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പരിസരവാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു. അപ്പോൾ 2-3 പേർക്ക് തലവേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. അങ്ങനെ അതുപോലെ തന്നെ ഈ നിലവിലുള്ള ചോർച്ച അത് നിലവിലുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് പരിശോധിച്ചു. അപ്പോൾ തൽക്കാലം പ്രശ്നങ്ങൾ ചോർച്ച അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇനിയും ഒരു പരിസരവാസികളായിട്ടുള്ള പടിഞ്ഞാറ് ഭാഗത്ത് കടൽ പ്രദേശം അങ്ങോട്ട് കൂടുതൽ പരിശോധനകൾ വീടുകൾ കയറി അന്വേഷണം നടത്തേണ്ടതുണ്ട്. 3 വീടുകൾ കയറി ഞങ്ങൾ അതിൽ പ്രായാധിക്യമുള്ളവരെ കുറിച്ച് അന്വേഷിച്ചു, കുട്ടികളെക്കുറിച്ച് അന്വേഷിച്ചു, ഒരു നിത്യാരോഗികളെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ ഈ 3 വീടുകളിലും അങ്ങനെയുള്ളവർ ഇപ്പോൾ നിലവിലുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവർ ഈ വീടിൽ നിന്ന് മാറി താമസിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടാണ്, നിത്യം ബുദ്ധിമുട്ട് തന്നെയാണ്. ചില ദിവസം മാത്രം ഉണ്ടാവില്ല, അധിക ദിവസവും ഉണ്ടാവും. അപ്പോൾ തലക്കൊരു കനം വരിക, തലവേദന എടുക്കുക, ഛർദ്ദിക്കാൻ വരുന്നതായിട്ടുണ്ടാവും. പിന്നെ ക്ഷീണോ ഒന്നും എടുക്കാൻ കഴിയാത്ത ക്ഷീണമാണ് ഉണ്ടാകുക. ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര തലവേദനയാണ് ഇപ്പോൾ 2 ദിവസമായിട്ട്. പിന്നെ വോമിറ്റ് ചെയ്യാൻ ഇങ്ങനെ ഭയങ്കര ഇന്നലെ രാത്രിയൊക്കെ പ്രശ്നമായി. പിന്നെ കിടന്ന് വേഗം ഉറങ്ങിക്കളഞ്ഞു, ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്നുറങ്ങിയതാണ്. കിഡ്നി പേഷ്യൻസ് അടക്കമുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള നിരവധി മനുഷ്യർ പല കുടുംബങ്ങളിലുമുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബം ഈ തൊട്ടപ്പുറത്ത് യോവുചാലിന് സമീപത്ത് തന്നെയുള്ള ഒരു കുടുംബം ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഇവിടെ നിന്ന് താമസം മാറി ഒരു ബന്ധുവീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുള്ള പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. ഈ രാസവസ്തു എത്തി അതിൽ കൃത്യമായി ഈ ഡീസലിനെ നിർവീര്യമാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ഗന്ധമടക്കം, അതായത് ഈ ഗന്ധമടക്കം പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിവാക്കാനും പൂർണ്ണമായിട്ടും ഈ ഡീസൽ ഇവിടുന്ന് പൂർണ്ണമായിട്ടും നിർവീര്യമാക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ജസ്റ്റിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.